ഹായ് എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കണമെന്ന് വിശ്വസിക്കുന്നു. കാരണം നമ്മളിപ്പോൾ ഉള്ളത് ആസാമിലാണ്, ഗുവാഹട്ടിയിലേക്ക് പോകുന്ന റൂട്ടിലാണ് കേട്ടോ. ഗുവാഹട്ടിയിലേക്ക് ഇന്ന് എനിക്ക് തോന്നുന്നു ഇൻഷാല്ലാ ഇന്ന് മിക്കവാറും നമ്മളെത്തും. ഏകദേശം 60 കിലോമീറ്റർ എന്തോ ഉണ്ടെന്ന് തോന്നുന്നു. നമ്മൾ ഇന്നലെ ടെൻ്റ് അടിച്ചത് ഈ ഒരു പെട്രോൾ പമ്പില്ലേ, ഈ ഒരു പമ്പിലാണ് കേട്ടോ. ഇപ്പോൾ ഫുള്ള് കോള കാര്യങ്ങൾ വന്നിട്ടുണ്ട് കേട്ടോ. നല്ല തണുപ്പുണ്ട്, ഇതൊക്കെ പോകാണ്ടില്ലേ, നല്ല തണുപ്പ് കാര്യങ്ങളുണ്ട്. അത്യാവശ്യം വണ്ടികൾ കാര്യങ്ങൾ വന്ന് നിർത്തിയിട്ടുണ്ട് കേട്ടോ. നമ്മളപ്പോൾ ഇന്നലെ ഇവിടെയാണ് ടെൻ്റ് അടിച്ചത്. സൈക്കിൾ കാര്യങ്ങളൊക്കെ ഇവിടെയുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഈ ടെൻ്റ് ഒന്ന് മടക്കി വെക്കണം, എന്നിട്ട് വേണം നമുക്ക് ഇറങ്ങാൻ വേണ്ടി കേട്ടോ. ഇന്നലെ ഭക്ഷണവും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി. ഇന്നലെ ഒരു ചെറിയൊരു വീഡിയോ, അതായത് നമ്മൾ ഇന്നലെ ഇവിടെ താമസിച്ചു അവിടെ നിന്ന് വന്നതിൻ്റെയൊക്കെ ഒരു ചെറിയൊരു കുഞ്ഞു വീഡിയോ ഉണ്ട്. അതൊന്ന് ഞാൻ ഇതിൻ്റെ ഒപ്പം ആഡ് ചെയ്യാം കേട്ടോ. നിങ്ങളൊന്ന് കണ്ടു നോക്ക്, എന്നിട്ട് നമുക്ക് അടുത്തതിലേക്ക് കിടക്കാം കേട്ടോ. നമ്മുടെ യാത്ര ഇപ്പോൾ എത്തി നിൽക്കുന്നത് ആസാമിലാട്ടാ, ഗുവാഹട്ടിയിലേക്ക് പോകുന്ന റൂട്ടിലാണ്. ഇന്നലെ നമ്മൾ വരുന്ന വഴിക്ക് നമുക്കൊരു സ്റ്റേ കിട്ടി. കാരണം ഇന്നലെ വ്ളോഗ് കാര്യങ്ങളൊന്നും ഉണ്ടാകുന്നില്ല കേട്ടോ. അപ്പോൾ അവർ രാവിലെ എണീച്ച് പോയി. ഞാനിപ്പോൾ എണീച്ചപ്പോൾ കുറച്ച് ലേറ്റ് ആയിട്ട്, അത് കാരണം അവരുടെ വീഡിയോ എടുക്കാൻ പറ്റാന. കാരണം ഒരു റൂമാണ്, അതിൽ കട്ടിലുണ്ട്, 2 കട്ടിലുണ്ട് കേട്ടോ. വേറെ 2 പേരുണ്ടായിരുന്നു. ഇന്നലെ അവർ ഇവിടെ NHAയിലെ വർക്കായിട്ട് നടക്കുന്ന കേട്ടോ. അതായത് വണ്ടിക്ക് ഫുള്ള് ചെക്കിങ് കാര്യങ്ങളൊക്കെ ആയിട്ട് നടക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ അവർ ഇന്നലെ രാത്രി ഞാൻ വന്നു വയ്ക്കാൻ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട്. അവർക്ക് റൂം കാര്യങ്ങളുണ്ട്. പോണ വയ്ക്ക് അവർ എല്ലാ ദിവസവും റൂം കാര്യങ്ങളൊക്കെ എടുത്തിട്ടാണ് പോകണം. അപ്പോൾ അതേപോലെ തന്നെ ഭക്ഷണവും കാര്യങ്ങളെല്ലാം അവർ തന്നെ ചെയ്തത് കേട്ടോ. എന്തായാലും സന്തോഷം. എന്തായാലും അടിപൊളി യാത്രയും അടിപൊളി കാഴ്ചകളായിട്ട് നമ്മൾ വന്നതാണ്. അപ്പോൾ ഇന്നത്തെ നമ്മൾ നേരെ ഗുവാഹട്ടിയിലേക്ക് പോകാൻ പ്ലാൻ ഇട്ടേക്കണം. ഗുവാഹട്ടിയിലേക്ക് ഏകദേശം അത്യാവശ്യം ദൂരമുണ്ട്. നമ്മളെന്തായാലും ഇപ്പോൾ ഫ്രഷായി സെറ്റായി ഇനിയിപ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങുന്നുണ്ടാ. നമ്മളങ്ങനെ രാവിലെ റൈഡ് സ്റ്റാർട്ട് ചെയ്തേട്ടാ. ഏകദേശം ഇപ്പോൾ 9 മണിയായി. നേരെ ഗുവാഹട്ടിയിലേക്ക് പോകാനുള്ള പ്ലാനിലാണ്. ഗുവാഹട്ടിയിലേക്ക് ഏകദേശം 130 കിലോമീറ്ററിൻ്റെ അടുത്തുണ്ട്. പിന്നെ എത്തുമോ എന്ന് എനിക്കറിയില്ല. നമ്മൾ വിചാരിച്ച് എത്താവുന്നുള്ളൂ, പക്ഷേ പയ്യെ പോകണല്ലോ കേട്ടാ. നമ്മൾ വന്ന വഴിക്ക് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നുണ്ടാ. വേറെ ഒന്നുമില്ല, 4 മുട്ടയുണ്ട്. അപ്പോൾ ഇന്നലെ വന്ന വഴിക്ക് ഒരാൾ തന്നാ കേട്ടാ. നമുക്ക് വന്ന വഴിക്ക് ഇന്നലെ ഫ്രീ ആയിട്ട് 4 മുട്ട വന്നിട്ടാ. അപ്പോൾ ഞാൻ ജസ്റ്റ് പുഴുങ്ങനെയാണ് മുട്ട, കണ്ടില്ലേ, മുട്ട പുഴുങ്ങാൻ. ഇന്നത്തെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് നല്ല ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റ് ആട്ടാ. എന്നിട്ട് വേണം നമുക്ക് റൈഡ് ചെയ്യാൻ. വന്ന വഴിക്ക് ഇവിടെ ഒരു ഇത് കണ്ടിട്ട് ബസ് സ്റ്റോപ്പ് പോലെ ഉണ്ട്. അപ്പോൾ ഞാൻ അവിടെ വലിയ തിരക്ക് കാര്യങ്ങളൊന്നും ഇല്ല, അധികം ആൾക്കാരൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഇവിടെ നിർത്തി ഫുഡ് ഉണ്ടാക്കണേ. എന്തായാലും ഇത് കഴിച്ചിട്ട് ഇവിടെ ഇറങ്ങാട്ടാ. നമ്മളെ പോണേക്ക് 2 ആൾക്കാരെ കണ്ടേട്ടാ. അപ്പോൾ അവർ വണ്ടി നിർത്തിയിട്ട് നമ്മളെ അടുത്ത് വന്ന് ഫോട്ടോ കാര്യങ്ങളൊക്കെ എടുത്തട്ടാ. ഹായ്, आपका नाम क्या है? मेरा नाम सलीम सुजन। आपका नाम क्या है? अच्छा, आप लोग इधर का है ना? हाँ, इधर का। अच्छा, बरबड़ा से। अच्छा, ये गांव का नाम क्या है? ये भवानीपुर है। अच्छा, ഒരു വണ്ടി നിർത്തിയിട്ട് നമ്മുടെ അടുത്ത് വന്ന് സംസാരിച്ചേട്ടാ. ഈ रास्ता है सीधा गुवाहाटी? हाँ, गुवाहाटी। कितना दूर है गुवाहाटी इधर से? गुवाहाटी लगभग 100 किलोमीटर होगा। 100 किलोमीटर. ഓക്കെ, സി യു. നമ്മളെ വന്നൊഴിക്കായിട്ട് കണ്ടുപിട്ടിയ സന്തോഷം. ഞാൻ പറഞ്ഞില്ലേ, എപ്പോഴും പറയണം, ഒരുപാട് ആൾക്കാർ നമ്മളിങ്ങനെ ഒരുപാട് നേരം സംസാരിക്കാറുണ്ട് കേട്ടോ. ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ്. ഇവിടെയൊക്കെ അത്യാവശ്യം കടകളുണ്ട്. പലയിടത്തും കടകൾ കാര്യങ്ങൾ തുറക്കൽ കുറവാണ്. ഇന്ന് ഞായറാഴ്ചയും കൂടെ ആയതുകൊണ്ടേ ഇങ്ങനെ ചെറിയ കടകൾ ഇങ്ങനെയൊക്കെ തുറന്നിട്ടിട്ടുണ്ട്, ഹോട്ടലുകൾ കാര്യങ്ങളൊക്കെ. അല്ലാണ്ടുള്ള കടകളൊന്നും തുറന്നിട്ടില്ല, ഞായറാഴ്ച കൊണ്ടാണ് കേട്ടോ. നമുക്ക് ആസാമിൽ നിന്ന് ഭൂട്ടാൻ പോകാനുള്ള ലൊക്കേഷനായിട്ട് കാണാം. ഭൂട്ടാൻ ലെഫ്റ്റ് സൈഡിലേക്ക്, അതായത് നമ്മൾ വരുന്ന വഴിക്ക് കണ്ടതാണ്ടാ. ഈ ഒരു റൂട്ട് ഫ്ലൈ ഓവർ നേരെ കയറി പോണത് ഗുവാഹട്ടിയിലേക്ക്. ഈ ലെഫ്റ്റ് എടുത്ത് പോണത് ഭൂട്ടാനിലേക്കാണ്. ആ പോണ വണ്ടിയൊക്കെ ഭൂട്ടാൻ്റെയാണ്. ഭൂട്ടാൻ്റെ രജിസ്ട്രേഷനാണ്. ഇഷ്ടംമാതിരി വണ്ടികൾ ഭൂട്ടാൻ്റെ വന്നുണ്ട് ഇവിടെ. ഇന്ത്യൻ വണ്ടിയൊക്കെ കുറവാണ് അകത്തേക്ക് പോകണേന്ന് തോന്നട്ടാ. എനിക്ക് തോന്നുന്നു ഭൂട്ടാനിലെ ആളുകൾക്ക് ഇതേപോലെ റെസ്ട്രിക്ഷൻസ് കാര്യങ്ങളൊന്നും ഇല്ലെന്ന് തോന്നുന്നു ഇന്ത്യയിൽ. അവർക്ക് എനിക്ക് തോന്നുന്നത് സിമ്പിളായിട്ട് വണ്ടി കാര്യങ്ങളും കയറ്റാം, ട്രാവൽ ചെയ്യാനും സുഖമായിട്ടാണ് തോന്നുന്നത് കേട്ടോ. നമുക്ക് മാത്രമേ എന്താണല്ലോ ഇങ്ങനെ ഭൂട്ടാനിലേക്ക് പോകാൻ എന്ത് എക്സ്പെൻസാണ്. കാരണം ഒരു ദിവസം കുഴപ്പമില്ല, അത് കഴിഞ്ഞിട്ടുള്ള ദിവസങ്ങളിൽ നമുക്ക് പൈസ ഇത്ര വെച്ച് ചാർജ് ഉണ്ട്, 1200 വെച്ചുണ്ട്. അതൊക്കെ ഇല്ലാതെ കഴിഞ്ഞാൽ സുഖമായിട്ട് ഞാൻ ഇപ്പോൾ കയറി പോയത് ഭൂട്ടാനിൽ. അതുള്ളതുകൊണ്ട് മാത്രമേ കയറാണ്ട് ഇങ്ങനെ ഇരിക്കണത്. എന്തായാലും ഒരു ദിവസം കയറണം ഇൻഷാ അല്ലാ. നമ്മളെ പോണേക്ക് ഒരാളെ കണ്ടുപിട്ടിയേട്ടാ. ഹായ്, आपका नाम क्या है? क्या? देही। अच्छा अच्छा अच्छा, आपका गाँव है ये? പച്ചാല. ഓ, ഈ ടൗണാണ് ഇത് പച്ചാല എന്ന് പറഞ്ഞാൽ. അതായത് ഇവിടുത്തെ ഒരു വലിയ വിദ്യാഭ്യാസം ഭയങ്കര ഒന്നാണ് പറഞ്ഞു. ഇവിടുത്തെ ഈ ഒരു പച്ചാല എന്ന് പറഞ്ഞ സ്ഥലത്തെ ഒരുപാട് സ്കൂള്, പിന്നെ അതേപോലെ തന്നെ കോളേജ് കാര്യങ്ങളൊക്കെ ഉണ്ടെന്നാട്ടാ പറഞ്ഞാൽ. ആ പഠിക്കാ 10 में। अच्छा 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 अच्छा,
ആള് 10ലാണ് പഠിക്കണ. നമ്മൾ വന്നുപോയി കിട്ടിയതാണ്. ഞാൻ ജസ്റ്റ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയേണ്ട ആളാ. അങ്ങനെ നമ്മൾ സൈക്കിളിലെല്ലാം സെറ്റ് ചെയ്തേട്ടാ. ഇനിയിപ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങണേണ്. ഇനിയിപ്പോൾ എന്തായാലും പോണ ഈ കാഴ്ചകളാണ് കേട്ടോ. ഇനിയിപ്പോൾ നേരെ ഗുവാഹട്ടിയിലേക്കാണ് നമ്മൾ പോണത്. എന്തായാലും പോണ ഈ കാഴ്ചകളാണ്. നമ്മളങ്ങനെ അവിടെ നിന്ന് ഇറങ്ങിയേട്ടാ. ഈ ഒരു പമ്പിലാണ് നമ്മൾ ഇന്നലെ സ്റ്റേ ചെയ്തത്. കാരണം അപ്പുറത്തെ സൈഡിലാണ് പമ്പ് വേണ്ട. ഇപ്പുറത്തെ ഒരു പമ്പ് ഉണ്ടായിരുന്നു, പക്ഷേ അപ്പുറത്തെ പമ്പ് ഭയങ്കര സ്പേസ് അല്ല. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഫുഡ് ഉണ്ടാക്കാൻ അവർ പെർമിഷൻ തരും. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ അപ്പുറത്ത് പോയി ടെൻ്റ് അടിച്ചേട്ടാ. അങ്ങനെ അത്യാവശ്യം വെയിൽ കാര്യങ്ങൾ വന്നു തുടങ്ങിയിട്ടാ. രാവിലെ അത്യാവശ്യം നല്ല തണുപ്പുണ്ടായിരുന്നു. നമ്മൾ അതിൻ്റെ ഉള്ളിലാവേണ്ട വലിയ ഫീലായില്ല. ഇപ്പം അത്യാവശ്യം തണുപ്പ് കാര്യങ്ങളുണ്ടെങ്കിലും വെയിൽ വന്നിട്ടുണ്ട് കേട്ടോ. ഇവിടെയൊക്കെ ചെറിയ രീതിയിൽ കോട കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇന്ന് ഗുവാഹട്ടി എത്തുമെന്നാണ് പ്രതീക്ഷ. അങ്ങനെ ഗുവാഹട്ടി എത്തിയിട്ട് വേണം അടുത്ത കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്യാൻ. നമ്മളെ വന്ന വൈകി മാഗി മേടിച്ചായിരുന്നു കേട്ടോ. വേറെ ഒന്നും ഇല്ല. രാവിലെ ഫുഡ് ഉണ്ടാക്കാമെന്ന് വെച്ച്, ചോറ് ഉണ്ടാക്കാമെന്ന് വെച്ച് ടൈം ഒരുപാടാവും. മാഗി മേടിച്ചിട്ടാണ്. മാഗി മേടിച്ച് പിന്നെ ഇന്നലെ ഒരു പാല് മേടിച്ചിട്ടുണ്ടായിരുന്നു, അമ്മുല്ല. അപ്പോൾ കുറേ നാളെ നമ്മളൊരു പാൽ ചായക്ക് ഉണ്ടാക്കി കുടിച്ചിട്ട് ഇതുവരെ ഉണ്ടാക്കി കുടിച്ചിട്ടില്ല നമ്മുടെ യാത്രയിൽ. അപ്പോൾ ആദ്യമായിട്ടാണ്. അപ്പോൾ എന്തായാലും ഉണ്ടാക്കി നോക്കാമെന്ന് വിചാരിച്ച്. പിന്നെ മാഗി ഉണ്ട് കേട്ടോ. കണ്ടു സ്പോട്ട് ഇതാണ്. ഇതൊരു പഴയ ഒരു ധാബയുണ്ടാവും, പക്ഷെ ഇപ്പോൾ തുറക്കാറില്ലെന്ന് തോന്നുന്നു. അടച്ച് പൂട്ടിയിട്ടേക്കാണ്, ലോക്ക്ഡാണ്. എന്തായാലും നമുക്ക് ഇവിടുത്തെ ഉണ്ടാക്കാം, ഫുഡ് ഉണ്ടാക്കിയിട്ട് കഴിച്ചിട്ട് പോകട്ടെ. അങ്ങനെ നമ്മുടെ മാഗി റെഡി ആയിട്ടാ. പിന്നെ ഇത് ചായ ഞാൻ കുടിച്ച് തീരാറായി. അത് ചായയുടെ ചൂടൊക്കെ തീർന്നിട്ടാ. എന്തായാലും ഇത് കഴിച്ചിട്ട് ഇവിടെ നിന്ന് ഇറങ്ങാം. വേറെ ഒരു സാധനം എന്ന് പറയാൻ വേണ്ടി ഒന്നുമില്ല. ഞാൻ ഉപ്പാവ് ഉണ്ടാക്കാമല്ലാന്ന് വെച്ച് റവ നോക്കിയിട്ട് കടകളൊന്നും അങ്ങനെ തുറന്നിട്ടുണ്ടാവില്ല. വേറെ അങ്ങനെ ഒരു സാധനം കിട്ടിയില്ല കേട്ടോ അവരെയൊക്കെ. അതുകൊണ്ടാണ്. അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഉണ്ടായി കഴിച്ചു തരുന്നത്. സൈക്കിൾ ഉണ്ടല്ലേ നല്ല വിശാലമായിട്ട് നമുക്ക് ഇവിടെ നിന്ന് സ്വസ്ഥമായിട്ട് നിന്ന് കഴിക്കാട്ടാ. ഇപ്പോൾ കഴിച്ചിട്ട് ഇവിടെ നിന്ന് ഇറങ്ങാം. നേരെ ഗുവാഹട്ടി പിടിക്കണമെന്ന് അങ്ങനെ വിചാരിച്ചിരിക്കണം കേട്ടോ. എന്തായാലും കഴിച്ചിട്ടാണ് കേട്ടോ. നമ്മളെ കഴിഞ്ഞ ദിവസം കുറച്ച് പേരുടെ ഒപ്പം നിന്നെന്ന് പറഞ്ഞില്ലേ. അപ്പോൾ അവരെ പരിചയപ്പെടുത്തണം. അവർ അൺഎക്സ്പെക്റ്റഡ് കണ്ടത്. ഹായ് भैया नाम आपका? आकाश। आकाश आपका नाम क्या है भैया? अच्छा അവരിവിടെ ഈ ഹൈവേയുടെ ടെസ്റ്റിങ്ങിൻ്റെ ഇതാണ് കേട്ടോ. ഫുള്ള് ക്യാമറ കാര്യങ്ങൾ. അപ്പോൾ ഞങ്ങൾ കഴിഞ്ഞ ദിവസം ഇവിടെ നിന്നേട്ടാ. अब किधर जाएगा? इधर से त्रिपुरा सीधा? अच्छा उधर से कितना दिन? उधर 2 दिन। उधर 2 दिन फिर वापस गुड़गांव। अच्छा അപ്പോൾ നമ്മൾ വീണ്ടും കണ്ടുകിട്ടിയേക്കണം. എന്തായാലും കണ്ടതിന് സന്തോഷം. ശരിക്കും ഇന്നലെയല്ല മിനിഞ്ഞാന്ന് ഞാൻ അവരുടെ ഒപ്പം ഉണ്ട് താമസിച്ചാൽ. അവർ NHAയുടെ വർക്കിലായിട്ട് കിടക്കുന്ന ഈ റോഡ് ടെസ്റ്റിങ് കാര്യങ്ങളൊക്കെ ആയിട്ട്. അപ്പോൾ ക്യാമറയൊക്കെ സെറ്റ് ചെയ്തുള്ള ഒരു വണ്ടിയാണ്. അപ്പോൾ അവർക്ക് റൂം എടുത്തിട്ടുണ്ട്. അപ്പോൾ ആ റൂമിൽ സ്പേസ് ഉണ്ടാകുന്നുണ്ട്. എന്നെ വന്ന വയ്ക്ക് അവർ ഇൻവൈറ്റ് ചെയ്താണ് അവരുടെ റൂമിൽ താമസിക്കാമെന്ന് പറഞ്ഞു. പാവങ്ങൾ അവർ ഹരിയാനയിലുള്ളവരാട്ടോ. അവർ നേരെ ത്രിപുരയിലേക്ക് വേണമെന്നാണ് പറഞ്ഞാൽ. എന്തായാലും വീണ്ടും കാണാൻ പറ്റിയ സന്തോഷം. കഴിഞ്ഞ വീഡിയോയിൽ ഉൾപ്പെടുത്താൻ പറ്റില്ല. ഈ വീഡിയോയിൽ എന്തായാലും ഉൾപ്പെടുത്താൻ പറ്റിയൊരു സന്തോഷം കേട്ടോ. പാവങ്ങളാണ്. ഭയങ്കര സപ്പോർട്ടും ഭയങ്കര സന്തോഷമൊക്കെയാണ് കേട്ടോ അവർക്ക്. നമ്മൾ നേരെ പോകണമൊക്കെയാണ്. നമ്മളെ ഇപ്പോൾ ഒരു പെട്രോൾ പമ്പിൽ വന്നേട്ടാ ബാത്റൂമിൽ കയറാൻ വേണ്ടി. അപ്പോൾ നമ്മുടെ സൈക്കിൾ കാര്യങ്ങൾ ഇവിടെ ഉണ്ട്. വന്നേക്ക് ഇവിടെ ഒരു ആന്ധ്ര രജിസ്ട്രേഷൻ വണ്ടിയുണ്ട്. ഹായ് നാം ക്യാ ഹൈ? രാജു आपका? स्वामी. ഓ അപ്പോൾ ഇവർ നമ്മൾ ഭക്ഷണം കഴിക്കാണ്ട് ഇൻവൈറ്റ് ചെയ്തേട്ടാ. ഇവര് कितना दिन इधर? अभी इधर 5 दिन हो गया। 5 दिन हो आंध्रा से आ रहा है। अच्छा ओ आंध्रा से इधर सीधा आएगा? आंध्रा से सीधा मछली लोड है। इधर गुवाहाटी काली गुवाहाटी फिर उधर से फिर वैजाग माल लेके जाना है। अच्छा वापस माल मिलेगा। अच्छा अब किधर है? मैं ഭീമവാരം. अच्छा അപ്പോൾ ഇവർ നമ്മൾ കണ്ടിട്ട് സന്തോഷം. അവിടെ രജിസ്ട്രേഷൻ കണ്ടതാണ് AP07. കാരണം നമ്മളിവിടെ വന്നപ്പോൾ ഹായ് വയ്യ. അപ്പോൾ അവിടെ കണ്ടാ. ഓക്കെ വയ്യ. അപ്പോൾ എന്തായാലും ഭക്ഷണം കഴിക്കാണ്ട് ഇവർ ഇൻവൈറ്റ് ചെയ്ത്. അപ്പോൾ എന്തായാലും കഴിച്ചിട്ട് പോകട്ടാ. അങ്ങനെ ഇവരുടെ വണ്ടിയിൽ കയറിയിട്ട് അപ്പോൾ ഒരു ചിക്കൻ കറികളൊക്കെ ഉണ്ടാക്കണേ. വയ്യ കേശോ ആള് NTRന്റെ ഫാനാണ്ടാ. ഇവിടെ സ്റ്റിക്കർ ഇവിടെ ഒട്ടിച്ചൊക്കെ വെച്ചിട്ടുണ്ട്. NTR का फैन है आप? अच्छा आप लास्ट कौन सा मूवी देखा NTR का? देवरा बिग फैन। ये आपका गाड़ी है? अच्छा ആളുടെ ഗാഡി കേട്ടോ. നമ്മുടെ വണ്ടി ഓടിക്കാൻ വേണ്ടി ഇവിടെ ഒരാളുടെ ഹായ് പല്ലേക്കണ കേട്ടാ. എന്തായാലും കറി ഇവർ ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഇൻവൈറ്റ് ചെയ്ത്. അപ്പോൾ അതിൻ്റെ സന്തോഷം. എന്തായാലും ഭക്ഷണം കഴിച്ചിട്ട് പോവാട്ടാ. അങ്ങനെ നമ്മുടെ ഫുഡ് ശരിയായിരിക്കുകയാണ്. ചോറ് പിന്നെ ചിക്കൻ കറി. എടാ ഭയ്യ സ്പെഷ്യൽസ് ആണ്ടാ. ये तेलंगाना स्पेशल स्टाइल नहीं ओ आंध्रा स्टाइल അങ്ങനെ ആന്ധ്ര സ്റ്റൈൽ ചിക്കൻ കറി ആണ്ടാ.
അപ്പം എന്തായാലും നമുക്ക് ഭക്ഷണം കഴിക്കാം. ഭയങ്കര സന്തോഷം ഇവരെ കണ്ടതിനും ഭക്ഷണം കഴിക്കാൻ പറ്റുന്നതിനും. അപ്പം എന്തായാലും കഴിച്ചിട്ട് ഇവരോട് നന്ദിയൊക്കെ പറഞ്ഞിട്ട് ഇറങ്ങാട്ടാ. നമ്മളെ ഇപ്പം ഇവിടുന്ന് ഇറങ്ങണേട്ടാ. അപ്പോൾ അവരോട് യാത്ര പറഞ്ഞിട്ട് ഇറങ്ങാം. ഭയ്യ മേ ജായക. ഓക്കെ സി യു. അപ്പോൾ അവരുടെ വണ്ടിയാണ്ടാ. എന്തായാലും നമ്മൾ ഭക്ഷണമൊക്കെ കഴിച്ച് ഭയങ്കര സന്തോഷം. ഓക്കെ സി യു. സത്യം പറഞ്ഞാൽ വളരെയധികം സന്തോഷമുണ്ട്. കുറേ നേരം സംസാരിച്ചിരിക്കാൻ പറ്റി, അനുഭവങ്ങളൊക്കെ ഷെയർ ചെയ്യാൻ പറ്റി. ഇവർ മെയിനായിട്ട് വിശാഖപട്ടണത്തിലേക്കാണ് ഇനി പോകാൻ പോണത്. ഇവർ അവിടെ തെലുങ്കാനയിൽ നിന്ന് ഡയറക്റ്റ് ഇങ്ങാട് ആസാമിലേക്ക്, ആസാമിൽ തിരിച്ച് അങ്ങനത്തെ ലോഡാണ് ഇവർ എടുക്കണമെന്നാണ് പറഞ്ഞത്. എന്തായാലും അവർ നമ്മളെ ഇൻവൈറ്റ് ചെയ്തിട്ട് ഭയങ്കര സന്തോഷം ഇപ്പം കണ്ടതിനും. പിന്നെ അതേപോലെ തന്നെ ഭക്ഷണം ഒരുമിച്ച് നിന്ന് കഴിക്കാൻ പറ്റി. അവർ നമുക്ക് ഭക്ഷണം തന്നിട്ട് പാവങ്ങൾ. എന്തായാലും അതിനൊക്കെ എല്ലാത്തിനും സന്തോഷം. യാത്രയൊക്കെ പറഞ്ഞാൽ ഇപ്പോൾ അവിടെ ഇറങ്ങിയിട്ട് നമ്മൾ ഇതിൽ ഒരു റൂട്ടാണ്. ഇനി ഇവിടുന്ന് ഏകദേശം ഒരു 50 കിലോമീറ്റർ എന്തോ ഉണ്ട് ഗുവാഹട്ടിയിലേക്ക്. അപ്പോൾ എന്തായാലും ഗുവാഹട്ടി പിടിക്കണമെന്ന്. നമ്മളിപ്പോൾ അവിടെ നിന്നൊക്കെ ഇറങ്ങി വന്നോയ്ക്ക് കുറച്ച് ആൾക്കാരെ കണ്ടിട്ട്. ഹായ് ഭയ്യ, आपका नाम क्या है? आपका नाम क्या है? मेरा नाम राजदीप वाला। अच्छा, आप लोग किधर का है? रोनिया का। अच्छा अच्छा अच्छा. അപ്പം നമ്മൾ പോകണോയ്ക്കാണ്ട് ഇവരെ കണ്ട. ഇവിടെ നിന്ന് വന്നോയ്ക്കാണ്. അപ്പം ഇവന് കുറച്ച് സാധനങ്ങളില്ലാത്ത പാവങ്ങൾ കുറച്ച് വെള്ളം കൊണ്ടുവന്നു. താങ്ക് യു. आप किधर जाएगा? अभी हम लोग इधर से रिटर्न जाएगा। अच्छा 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 अच्छा. നമ്മൾ നേരെ ഗുവാഹട്ടിയിലേക്കാണ്. അപ്പോൾ എന്തായാലും കണ്ടതിൽ സന്തോഷം. ഇനിയിപ്പോൾ ഏകദേശം ഒരു 28 കിലോമീറ്റർ ഉണ്ട് കേട്ടോ ഗുവാഹട്ടിയിലേക്ക്. ഗുവാഹട്ടി എത്തിയിട്ട് വേണം നമുക്ക് കുറച്ച് ബ്യൂട്ടൈൻ ഗ്യാസൊക്കെ മേടിക്കാനൊരു പ്ലാൻ ഉണ്ട്. സത്യം പറഞ്ഞാൽ ഇപ്പോൾ ഫിനാൻഷ്യലി കുറച്ച് പണിയായി. ഫണ്ട് കാര്യങ്ങൾ കുറവാണ് കേട്ടോ. ഒരു ഐഡിയ ഇല്ല. കാരണം ഫുഡൊക്കെ ഉണ്ടാക്കണമെങ്കിൽ ബ്യൂട്ടൈൻ ഗ്യാസ് വേണം. എന്തായാലും നമുക്ക് നോക്കാം എത്രണമെങ്കിലും മേടിക്കാൻ പറ്റുക. റേറ്റ് കുറവ് കിട്ടുമോ അത് അന്വേഷിച്ച് നോക്കണം. അപ്പോൾ അങ്ങനെ കുറച്ച് മേടിച്ച് നോക്കണം കേട്ടോ. അത് പണിയാവും. അതില്ലേ അവിടെ ഒരു ടോൾ പ്ലാസ ഉണ്ട് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ പോകണമെങ്കിൽ ഇഷ്ടംമാതിരി ബൈക്ക് റൈഡേഴ്സ് പോകുന്നുണ്ട്. അതുപോലെ തന്നെ പോകണമെങ്കിൽ ഇഷ്ടംമാതിരി ബൈക്ക് റൈഡേഴ്സ് പോകണ്ട കേട്ടോ ഞാൻ നോക്കുമ്പോൾ. കാരണം ഇന്ന് എനിക്ക് തോന്നുന്നത് റൈഡിങ്ങിൻ്റെ ഒരു ടൈമാണ് തോന്നുന്നത്. കാരണം ഫുള്ള് ML രജിസ്ട്രേഷനാണ്, അതായത് മേഘാലയ രജിസ്ട്രേഷനാണ്. കാരണം ഇതൊക്കെ കാണുമ്പോൾ അല്ലാതെ തന്നെ. കാരണം നമ്മുടെയൊക്കെ ഒരു ആഗ്രഹമായിരുന്നു ഈ ബൈക്ക് റൈഡ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ. ഒരുപാട് നാളത്തെ ഒരു ആഗ്രഹമായിരുന്നു ഒരു ബൈക്ക് റൈഡൊക്കെ പോകണമെന്ന്. പക്ഷെ ഇതൊക്കെ കാണുമ്പോൾ എന്തോ പോലെ വല്ലാത്തൊരു ഫീലിംഗ് കേട്ടോ. ഇൻഷാ അല്ലാഹ് എന്തെങ്കിലും നമ്മളും ഇതേപോലൊരു ബൈക്ക് റൈഡ് പ്ലാൻ ചെയ്യും. ഈ ഒരു യാത്ര ചെയ്യാൻ നല്ല രീതിയിൽ എൻജോയ് ചെയ്യേണ്ട കേട്ടോ എൻ്റെ സൈക്കിൾ റൈഡ്. പക്ഷേ ബൈക്ക് റൈഡ് എന്നുള്ളത് ഒരു ആഗ്രഹമായിരുന്നു എൻ്റെ. എന്തെങ്കിലും അതൊക്കെ നേരെ കണ്ടില്ലേ ഫ്ലാഗൊക്കെ വെച്ച് ബൈക്കിനൊക്കെ പോകണം. അത് ഇതൊക്കെ കാണുമ്പോഴാണ്ടാ നമ്മൾ ഇതേപോലെയൊക്കെ ഒരുപാട് ആഗ്രഹിച്ചേട്ടാ. കാരണം ഒരുപാട് ഫിനാൻഷ്യലി ഇത് വരും, എക്സ്പെൻസ് വരും ബൈക്ക് റൈഡൊക്കെ പോകാനാണെങ്കിൽ. ഇൻഷാ അല്ലാഹ് ഒരു ദിവസം നമ്മൾ സെറ്റാക്കും എന്ന് പ്രതീക്ഷിക്കുന്നു. അങ്ങനെ നമുക്ക് ഇന്നൊരു സ്റ്റേ കിട്ടിയാട്ടാ. നമ്മൾ ഇത് വന്നൊഴുകി കിട്ടിയതാണ്. ഞാനിപ്പോൾ റൂമിലാട്ടാ. ഇന്ന് വീഡിയോസ് കാര്യങ്ങളും എടുത്തില്ല. ഇത് കണ്ടില്ലേ, ഇതൊരു ഓഫീസാണ്. അപ്പോൾ ഒരു ഓഫീസിൻ്റെ ഉള്ളിലാണ് നമുക്ക് സ്റ്റേയും കാര്യങ്ങളൊക്കെ കിട്ടിയേക്കണം. കണ്ടില്ലേ, ഇതിൻ്റെ ഉള്ളിലൊരു ഗസ്റ്റ് റൂമുണ്ട്. ഈ ഒരു ഗസ്റ്റ് റൂമിലാട്ടാ നമുക്ക് താമസിക്കാൻ സൗകര്യങ്ങൾ കിട്ടിയത്. അടിപൊളിയാട്ടാ. കാരണം ഇതൊക്കെ നമുക്ക് തന്നത് സഞ്ജയ് പയ്യാണ് എല്ലാം അറേഞ്ച് ചെയ്തത്. നമ്മളിപ്പോൾ ഉള്ളത് ഗുവാഹട്ടിയിലാണ് കേട്ടോ. അപ്പോൾ നമ്മളിവിടെ ഭക്ഷണവും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാൻ സാധനങ്ങളെല്ലാം ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ എല്ലാ പാത്രങ്ങളും ഉണ്ട് കേട്ടോ. കണ്ടില്ലേ, ഇവിടെ നമ്മൾ ചോറുണ്ടാക്കി, പിന്നെ കുറച്ച് കോളിഫ്ലവർ ഉണ്ടാക്കിട്ടാ. പിന്നെ അതുപോലെ തന്നെ ഇവിടെ വേറൊരു അടുത്തൊരു കറി ഉണ്ടായിക്കൊണ്ടിരിക്കുക. ശരിക്കും ഈ സാധനങ്ങൾ ഇപ്പോൾ നമ്മുടെ കുറച്ച് ദിവസം കഴിക്കാൻ തുടങ്ങിയിട്ട് ഇതെല്ലാം കൂടെ പാകം ചെയ്യാൻ നമ്മുടെ ഗ്യാസിന് ഇതില്ല. അപ്പോൾ ഞാനിവിടെ ആളോട് ഞാൻ ചോദിച്ചിട്ടാണ് ഉണ്ടാക്കണം. ഇവരെല്ലാം സൗകര്യങ്ങൾ സെറ്റ് ചെയ്തത്. പൊടികൾ കാര്യങ്ങൾ നമ്മളതിലുണ്ട്, ഇല്ലാത്ത മാത്രമേ എടുത്തുള്ളൂ. കാരണം അവരോട് ചോദിച്ചിട്ട് തന്നെയാണ് നമ്മൾ എടുത്തിട്ടാ, അല്ലാണ്ട് എടുത്തിട്ടില്ല. എന്തായാലും ഭയങ്കര സന്തോഷം. എന്തായാലും ഫുഡ് റെഡിയൊക്കെ ആയിട്ട് കാണിച്ചു തരാം കേട്ടോ. പിന്നെ നമ്മുടെ സാധനങ്ങളെല്ലാം ഉണ്ട്. എന്തായാലും വളരെ സന്തോഷം. കാരണം ഏറ്റവും വലിയ രീതിയിൽ ഉപകാരം നമ്മൾ നന്ദി പറയേണ്ട നമ്മുടെ സഞ്ജയ് പയ്യനോട് വേണ്ട. അപ്പോൾ ആളുടെ നമ്പർ കാര്യങ്ങൾ ഞാൻ കൊടുത്തേക്കാം. നിങ്ങൾക്ക് താമസം കാര്യങ്ങളൊക്കെ നോക്കണമെങ്കിൽ പുള്ളീനെ കോൺടാക്ട് ചെയ്താൽ മതിട്ടാ.